നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അത് നേരത്തെ സൂചിപ്പിച്ച വാർത്തയാണ്. അതായത് എറണാകുളം വടുതലയിൽ ആണ് 5 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. 2 സ്ത്രീകളും 3 കുട്ടികളുമാണ് മരിച്ചത് എന്നതാണ് വിവരം. ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇവർ തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികൾ ആണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാനും സാധിക്കുന്നത്. സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയവരാണ് മരണപ്പെട്ടത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇവർ ആശുപത്രിക്ക് സമീപത്തുള്ള ഫ്ളാറ്റിൽ ആണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ഇവരുടെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം അതിലൊക്കെ വ്യക്തതയുണ്ടോ? ഡാനി, കേൾക്കാമെങ്കിൽ ഇവർ ചികിത്സയ്ക്ക് വേണ്ടി എറണാകുളത്ത് എത്തിയവർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നു ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതിൽ പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? കുടുംബ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കുട്ടികളുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അശ്വതി എസ് നായർ, ശ്രീകുമാരി, അതോടൊപ്പം തന്നെ 14 വയസ്സുള്ള കാർണിവൻ, 4 വയസ്സുള്ള കീർത്തവൻ, 2 വയസ്സുള്ള ഏറ്റവും ഇളയ പെൺകുട്ടി, ഇവരാണ് ഇങ്ങനെ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അശ്വതിയുടെ ഭർത്താവിന്റെ ആത്മഹത്യയെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ്, കുടുംബ പ്രശ്നങ്ങളാണ് ഈ രീതിയിലേക്ക് വന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇവിടേക്ക് എറണാകുളത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികളാണ് ഇവർ. കുട്ടിയുടെ ചികിത്സാർത്ഥമാണ് ഇവർ ഇവിടെ എറണാകുളത്തേക്ക് വരുന്നത്. മെക്സിറ്റിയിൽ ഇവർ ചികിത്സയിലായിരുന്നു. ഇവർക്ക് മറ്റൊരു സാഹചര്യമോ കാര്യങ്ങളോ ആരിൽ നിന്ന് ഒരു പിന്തുണയോ കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളടക്കം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അല്പസമയം മുൻപ് ഇവിടെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പോലീസ് ഐസിപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എത്തി ഇവിടെ പരിശോധനകളടക്കം നടത്തിയിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു പഴക്കം മൃതദേഹങ്ങൾക്കുണ്ട് എന്നതാണ് പ്രാഥമികമായിട്ടും അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇവരിവിടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സ്ത്രീകൾ 2 പേരും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ വിവരം ഇപ്പോൾ പുറത്തറിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? നമുക്ക് അല്പസമയം മുമ്പ് ആംബുലൻസിൽ മൃതദേഹമൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ആംബുലൻസ് സ്ഥലത്ത് എത്തിയിട്ടേ ഉള്ളൂ. അഭിലാഷ, ആംബുലൻസ് സ്ഥലത്ത് എത്തിയിട്ടേ ഉള്ളൂ. ആംബുലൻസ് അകത്തേക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ. അതായത് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ വാഹനങ്ങൾ എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും മൃതദേഹം വീടിനുള്ളിൽ തന്നെയാണല്ലേ? വീടിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. പോലീസിന്റെ ഒരു ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം മാത്രമായിരിക്കും മറ്റ് കാര്യങ്ങൾ, അതായത് കൂടുതൽ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതെല്ലാം സംബന്ധിച്ചിട്ട് വ്യക്തതയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പോലീസ് പറയുന്ന പ്രാഥമികമായ ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ ഇവരുടെ ചികിത്സാർത്ഥം ഇവിടേക്ക് എത്തിയതാണ്. വിളപ്പിൽശാല സ്വദേശികളാണ് ഇവർ. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ഒരു കുടുംബത്തിലെ 5 പേർ ആണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇവർ ആത്മഹത്യ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില കുടുംബ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് 3 കുട്ടികളും 2 സ്ത്രീകളും ആണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. വടുതല കർഷക റോഡ് ഗ്രീൻ ഗാർഡനിൽ ആണ് ഇവർ ഇപ്പോൾ താമസിച്ചിരുന്നത്. അത് ഈ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവർ എത്തിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ തന്നെ അശ്വതി നായർ, അതോടൊപ്പം തന്നെ ശ്രീകുമാരി എന്നിങ്ങനെ 2 പേരുകൾ തിരിച്ചറിയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇവർ വാടകയ്ക്ക് താമസിച്ച, അതായത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ എന്നത് അവരുടെ വീടല്ല, മറിച്ചത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇടം ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ചികിത്സാർത്ഥമൊക്കെ എത്തുന്നവർക്ക് വാടകയ്ക്ക് നൽകുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് കൂടുതൽ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഡാനി തുടരുന്നുവെങ്കിൽ ഇപ്പോൾ 2 പേരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. 2 പേരുകളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്തത്.
ഇതിൽ 3 പേർ കുട്ടികളാണ് എന്നതും വ്യക്തമാണ്. ഈ സ്ത്രീകൾ തമ്മിലുള്ള ബന്ധം, അതായത് ഒരേ വീട്ടിൽ തന്നെയാണ് ഇവരും മകൾ അമ്മ ബന്ധമാണോ? അഭിലാഷ, കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ട് അറിഞ്ഞു വരുന്നുള്ള ഒരു പേര് വിവരങ്ങൾ ഇതാണ്. അശ്വതി എസ് നായർ, ശ്രീകുമാരി, അതോടൊപ്പം തന്നെ 14 വയസ്സുള്ള മൂത്തമകൻ കാർണിവൻ, കീർത്തവൻ 4 വയസ്സ്, 2 വയസ്സുള്ള പെൺകുട്ടി. ഇതിൽ ഒരു കുട്ടിയുടെ ചികിത്സാർത്ഥമാണ് ഇവരെത്തിയതെന്നാണ് പറയുന്നത്. അത് ഒന്നുകൂടി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതിൽ ഇതിൽ വ്യക്തമാക്കുന്നത് അശ്വതിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് നിലവിൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നു. പക്ഷെ ഈ കുട്ടിയുടെ ചികിത്സയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ യാതൊരു രീതിയിലുള്ള ഒരു പിൻബലമോ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു നിരാശയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഇതിനെ തുടർന്നുള്ള വിഷയങ്ങളാണ്, മാനസിക പ്രശ്നങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് വന്നിരിക്കുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഗ്രീൻ പാർക്ക് എന്ന് പറയുന്ന ഇടത്ത് ഒരു വീട് അത് വാടകയ്ക്ക് എടുത്തുകൊണ്ടായിരുന്നു ഇവർ കുടുംബം ഇവിടെ കഴിഞ്ഞിരുന്നത്. ഇവിടെ കഴിഞ്ഞ് ചികിത്സയും നടത്തിക്കൊണ്ടു പോകുന്നതെല്ലാം തന്നെ ഇവിടെ നിന്നായിരുന്നു. ഈ പരിസരത്ത് പക്ഷെ മറ്റു അടുത്ത വീട്ടുകാരുമായോ ഒന്നും തന്നെ അവർക്ക് കാര്യമായ രീതിയിലുള്ള ഒരു ബന്ധങ്ങളില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നവരെല്ലാം തന്നെ താമസിക്കുന്ന ഇടങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. 2 പ്രധാനപ്പെട്ട ആശുപത്രികൾ, ആശ്രമം, അതോടൊപ്പം തന്നെ ലൂർദ് തുടങ്ങിയ ആശുപത്രികളുണ്ട്. അപ്പോൾ ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നവർ ദിവസങ്ങളോളം താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഈ ഫ്ളാറ്റുകളോ അതുപോലെ രീതിയിലുള്ള അപ്പാർട്ട്മെന്റ്, ഇൻഡിപെൻഡന്റ് വില്ല, ഇതെല്ലാം തന്നെ വാടകയ്ക്കെടുത്ത് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചെടുത്ത് താമസിക്കുന്നതെല്ലാം തന്നെ ഇവിടെ പതിവാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ഇവിടെ താമസിക്കുന്നത്, എന്താണ് അവരുടെ രീതി, ഇതൊന്നും തന്നെ അറിയില്ല. പലപ്പോഴും ചികിത്സാർത്ഥം വരുന്നു എന്നതാണ് ഇവർക്ക് വീട് വാടകയ്ക്കെടുത്ത് കൊടുക്കുന്നവർ തന്നെയും എല്ലാം തന്നെ പറയുന്നത്. ആ രീതിയിൽ തന്നെയായിരുന്നു ഇവരോട് അടുത്ത വീടുകളിലും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയും ഇവർ എപ്പോൾ പോകുന്നു, എപ്പോൾ പുറത്തു വരുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തതയൊന്നും തന്നെ ആർക്കും തന്നെ ചുറ്റുപാടുള്ളവർക്കും തന്നെ ഉണ്ടാവില്ല. കാരണം ആശുപത്രിയിലേക്ക് പോകുന്നു, ആ ചികിത്സ ചിലപ്പോൾ പല രോഗങ്ങൾക്ക് കൂടുതൽ വിശദമായ പരിശോധനകളും കാര്യങ്ങളും വേണ്ടിവരുന്ന രോഗങ്ങൾക്കടക്കമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സമയക്രമമൊന്നും ആർക്കും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറില്ല. ആരാണ് അവിടെ താമസിക്കുന്നതെന്ന് പോലും അടുത്ത വീടുകൾക്കും അറിയില്ല. ഇതിപ്പോൾ സംശയാസ്പദമായ ഒരു സാഹചര്യം വരുന്നു. കുറെ ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു സംശയത്തിന്റെ രീതിയിലാണ് ഇത് പരിശോധനകളടക്കം നടത്തുകയും ചെയ്യുന്നത്. അതിനെക്കുറിച്ചും കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരുന്നു. ഇത് ആദ്യ നിമിഷങ്ങളാണ്, ആദ്യ സമയങ്ങളാണ്. കുറച്ചുകൂടി ആധികാരികമായി സംബന്ധിച്ച് പോലീസ് അല്പസമയത്തിനകം തന്നെ സംസാരിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾ കുറച്ച് വ്യക്തത വരണം. നിലവിൽ അറിയാവുന്ന വിവരങ്ങൾ ഇതാണ്. വിളപ്പിൽശാല സ്വദേശികളാണ് ഇവർ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയെല്ലാമാണ് ഇവർ ഇവിടേക്ക് വരികയും ചെയ്തിരുന്നത്. അവരെയാണ് ഈ 5 പേരെയുമാണ് മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തുകയാണ്. എന്താണ് കാരണങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അടക്കം പോലീസ് പരിശോധന നടത്തുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹങ്ങൾ ഇപ്പോൾ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ആംബുലൻസിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മാറ്റും. ഇവരെ കണ്ടെത്തിയത് 2 സ്ത്രീകളെ തൂങ്ങി മരിച്ച നിലയിലും ഒപ്പം തന്നെ കുട്ടികളെ വിഷം കൊടുത്ത നിലയിലുമായിരുന്നു. വിഷം കൊടുത്ത് അവർ മരിച്ച നിലയിലുമാണ് അവരെ ബെഡ്റൂമിൽ അടക്കം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തുകയാണ്. യെസ്, അതായത് തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ നിന്ന് എത്തിയവർ അവർ എറണാകുളത്ത് ചികിത്സയ്ക്കായി എത്തി എന്നുള്ളതാണ്. ലൂർദ് ആശുപത്രിക്ക് സമീപം ആണ് ഈ അപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും എവിടെയാണ് ചികിത്സയ്ക്ക് വന്നിരുന്നത് എന്നതിൽ ഒന്നും നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ഒപ്പം ഈ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ വീട് ആരുടേത്, അത് വിദേശത്താണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിൽ പോലും ഏറെ ദുഃഖകരമായ ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് 5 പേർ ആണ് മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ 2 സ്ത്രീകൾ ഉൾപ്പെടുന്നു. ഇവർ തൂങ്ങി മരിച്ച നിലയിൽ ആണ്. ഒപ്പം 3 കുട്ടികൾ, 14 വയസ്സുള്ള കുട്ടിയുണ്ട്, 2 വയസ്സുള്ള കുട്ടിയുണ്ട്. അവരെ വിഷം കൊടുത്തു കൊന്നതിന് ശേഷം തൂങ്ങി മരിച്ചു ഇരുവരും എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ മാത്രമേ അതിൽ വ്യക്തത കൈവരികയുള്ളൂ. എന്ത് തന്നെയാണ് എങ്കിലും ഇപ്പോൾ പോലീസ് നടപടികൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മൃതദേഹങ്ങൾ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ആണ് ഉള്ളത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. പിന്നീട് ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. ഇതിൽ മരണപ്പെട്ട, അതായത് തൂങ്ങി മരിച്ച ഒരാളുടെ ഭർത്താവ് നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാമ്പത്തികമായ പ്രതിസന്ധിയാണോ ഇവരെ ഇത്തരത്തിൽ
ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഡാനി പോളാണ് സംഭവ സ്ഥലത്തുള്ളത്. ഡാനി, ഇപ്പോഴും ഈ പോലീസ് നടപടികൾ തുടരുകയാണല്ലോ? പോലീസ് നടപടികൾ തുടരുകയാണ്, കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. അതിൽ ഈ അശ്വതി നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചിരുന്നു, ഇതിൽ ഇവരുടെ ബന്ധം അശ്വതിയുടെ അമ്മയാണ് ശ്രീകുമാരി, മരണമടഞ്ഞ ആത്മഹത്യ ചെയ്ത മറ്റൊരാൾ ശ്രീകുമാരി, അത് അശ്വതിയുടെ അമ്മയാണ്. ഇവർ ഒരുമിച്ചായിരുന്നു. ഇതിൽ ഏത് കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയത് എന്നതെല്ലാം തന്നെ ഇനിയുള്ള ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം വിവരങ്ങൾ കൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. ഇവർ ചികിത്സയ്ക്ക് ഇവിടേക്ക് എത്തിയിരുന്നത് അതായത് കുട്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്തായിരുന്നു ആ കുട്ടിയുടെ ഒരു രോഗാവസ്ഥ, ഇപ്പോഴുള്ള രോഗാവസ്ഥ എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അതുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ നിലവിലത്തെ ഒരു ആരോഗ്യസ്ഥിതി എന്തായിരുന്നു, അത്തരം കാര്യങ്ങൾ കൂടി ഇതിന് ഈ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ, പ്രേരകമായിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണ്. എന്തായാലും അത് ഈ ചികിത്സ നടത്തുന്ന ആശുപത്രിയുമായിട്ട് ഉറപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ കുടുംബ പ്രശ്നങ്ങൾ ഇവരെ വല്ലാതെ അലട്ടിയിരുന്നു എന്നൊരു വിവരം തന്നെയാണ് ഒടുവിൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ നേരത്തെ ഈ അശ്വതിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിൽ ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഒരു തർക്കങ്ങളും ബഹളങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രശ്നങ്ങളാണ് ഈ രീതിയിലേക്ക്, മാനസിക വിഷയത്തിലേക്ക് എല്ലാം തന്നെ തള്ളിവിട്ടത് എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്ന. ആത്മഹത്യക്കുറിപ്പിൽ അത്തരം സൂചനകളാണ് ഉള്ളത്. പക്ഷെ പോലീസ് ഒന്നുകൂടി അത്തരം കാര്യങ്ങൾക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ്. പക്ഷെ സമീപവാസികൾക്ക് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിവരങ്ങളും തന്നെ ഇല്ല എന്നതാണ്. കാരണം ചികിത്സാർത്ഥം ഇവിടെ വന്നു പോകുന്നവർ നിരവധിയായുണ്ട്. ഈ മേഖലകളിൽ ഒരുപാട് പേര് ആ രീതിയിലെല്ലാം തന്നെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് എന്നത് സംബന്ധിച്ച് അവർക്കറിയില്ല, അവരുടെ വിഷയങ്ങൾ അറിയില്ല, പ്രശ്നങ്ങൾ അറിയില്ല, അത്തരം കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി വരേണ്ടതുണ്ട്. ഏതായാലും പോലീസ് പരിശോധനകൾ തുടരുകയാണ്. അഭിലാഷ്. യെസ്, കൊച്ചി വടുതലയിലാണ്. വടുതല ഈ സൂചിപ്പിക്കുന്ന പോലെ നിരവധി ആളുകളൊക്കെ ചികിത്സയ്ക്കും മറ്റുമൊക്കെ ആയി വരികയും അവിടെയൊക്കെ താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകളൊക്കെ വാടകയ്ക്ക് ഈ താൽക്കാലികമായി വന്നു പോകേണ്ട ആവശ്യമാണ് ഉള്ളത്. അതായത് പല ആശുപത്രികളിലും രോഗികളെ കൂട്ടിരിപ്പിനായി ഒരാളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവിടെയുള്ള ലോഡ്ജുകളിലും ഒക്കെയാണ് പലപ്പോഴും താമസിക്കാറുള്ളത്. പക്ഷേ അപ്പോഴും ഈ കുടുംബമായൊക്കെ വരുന്ന ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഇത്തരം വീടുകളും മറ്റ് സൗകര്യങ്ങളും, അപ്പാർട്ട്മെൻറ്റുകൾ, ഫ്ലാറ്റുകളൊക്കെ തിരയുന്നത്. അങ്ങനെ താമസിച്ചിരുന്നവർ എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്.